ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം. വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ ഈശോയുടെ മുൻപിൽ നിങ്ങളായിരിക്കുകയാണ്. പ്രസാദപരാവസ്ഥ, ഇതാണ് പ്രസാദപരാവസ്ഥ. ഈ സമയം നമ്മൾ ഈശോയോട് എന്ത് ചോദിക്കുന്നുവോ ദൈവം നമ്മൾക്ക് കൽപ്പിച്ച് അനുവദിക്കുന്ന അവസ്ഥയാണ് പ്രസാദപരാവസ്ഥ. നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾ പിന്മാറി ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന നിമിഷങ്ങളാണ്, മണിക്കൂറുകളാണ് പ്രിയപ്പെട്ടവരെ പ്രസാദപര അവസ്ഥ എന്ന് പറയുന്നത്. ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പ്രസാദപര അവസ്ഥ എന്ന് പറയുന്നത്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കരുണയുടെ മറ്റൊരു മുഖമാണ്. അതായത് എത്ര വലിയ മാരക പാപ അവസ്ഥയിലാണെങ്കിലും നമ്മൾക്ക് ഈശോയോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കൽപ്പിച്ച് അനുവദിച്ച് ദൈവം തരുന്ന സമയമാണ് പ്രസാദപരാവസ്ഥ എന്ന് പറയുന്നത്. അതിന് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈശോയ്ക്ക് ഉറപ്പ് കൊടുക്കണം. വന്നുപോയതും ഏറ്റുപറഞ്ഞതും പാപമോചനം പ്രാപിച്ചതൊന്നും മേലിൽ കർത്താവെ ഞാൻ റിപ്പീറ്റ് ചെയ്യത്തില്ല എന്നുള്ള അവസ്ഥയിൽ ഞാൻ തമ്പുരാൻ്റെ മുൻപിൽ, കർത്താവിൻ്റെ മുൻപിൽ ഞാനത് പറയണം. ഇനി ഞാനൊരിക്കലും ഈ പാപത്തിലേക്ക് പോകത്തില്ല എന്നൊരു ഉറപ്പ് ഈശോയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? പ്രിയമുള്ള ദൈവജനമേ, ഈ കൊടുത്തിരിക്കുന്ന ഉറപ്പിൽ നിങ്ങൾ അടുത്ത പാപത്തിലേക്ക് പോകുന്നത് വരെ ഈ അവസ്ഥ നിങ്ങളിൽ നിലനിൽക്കും. പ്രസാദപരാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രസാദപരാവസ്ഥയിൽ നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയും കുർബാന സ്വീകരിച്ചതോടുകൂടെ നമ്മൾ സമർപ്പിക്കുന്ന ആത്മാവിൻ്റെ ഏത് നിയോഗങ്ങളും സ്വർഗം നമ്മൾക്ക് സാധിച്ച് കൽപ്പിച്ച് അനുവദിച്ച് തരുന്ന സമയമാണ് ഈ ഒരു പ്രസാദപരാവസ്ഥയുടെ സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സമയം നിങ്ങളത് മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങളത് കൂടുതൽ കർത്താവിൽ നിന്ന്, കർത്താവെ ഞാനിപ്പോൾ നീ എന്ത് ആഗ്രഹിക്കുന്നുവോ ആ ഒരവസ്ഥയിലേക്ക്, ഞാനധികം പാപം ചെയ്യുന്നതിന് മുൻപ് അടുത്ത പാപത്തിൽ എനിക്കറിയില്ല, എൻ്റെ ജീവിത സാഹചര്യം വെച്ച് ഞാൻ ഇനി എന്ന് പാപത്തിലേക്ക് വീഴുമെന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഈ ഒരു അവസ്ഥയിൽ ഞാനായിരിക്കുമ്പോൾ നമ്മളറിയുന്നില്ല. നിങ്ങളറിയണം, നിങ്ങളോട് കൂടെ ആയിരിക്കുന്ന മാലാഖമാർ ഏറ്റവും ഉണർവോടുകൂടെ നിങ്ങൾക്ക് കാവലായിരിക്കുന്ന സമയമാണ് പ്രസാദപരാവസ്ഥ. നിങ്ങൾക്ക് എന്തും ചോദിക്കുമ്പോൾ നിങ്ങളുടെ മാലാഖമാരത് ഏറ്റെടുത്ത് സ്വർഗത്തിലെത്തിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ സമയമാണിത്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾ ഈ സമയം നിങ്ങൾ എന്തു ചോദിച്ചാലും
സ്വർഗം നിങ്ങൾക്ക് കൽപ്പിച്ച് അനുവദിച്ചു തരും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. എന്തും നിങ്ങൾക്ക് ചോദിക്കാം. കണ്ണടച്ച ഒരു നിമിഷം ഇരുന്നുകൊണ്ട് തന്നെ കണ്ണടച്ച് എന്താണോ ഈശോയോട് ഈ സമയം, കർത്താവേ നീ തന്നതാണ് ഈ സമയം, ഈ മണിക്കൂർ എനിക്ക് തന്നത് നീയാണ്. ഈ വിശുദ്ധ കുമ്പസാരവും ഈ ഒരു വിശുദ്ധിയുടെ സമയവും പാപത്തിലല്ലാതെ ദൈവ സാന്നിധ്യത്തിൽ മലമുകളിലായിരിക്കാൻ നീ തന്ന അവസ്ഥ. നിങ്ങൾ പതിവായി ചെയ്യുന്നൊരു പാപത്തെ വെറുക്കാനൊരു തീരുമാനം എടുത്തേ. മദ്യപിക്കുന്ന ഒരു ഈശോയ്ക്ക് കൊടുക്കുക, ഞാൻ ഇനി മദ്യപിക്കില്ല. ജഡിക പാപം ചെയ്യുന്ന ഒരു ഈശോയ്ക്ക് വാക്ക് കൊടുക്കുക, ഞാൻ ജഡിക പാപത്തിലേക്ക് പോവില്ല. അങ്ങനെ നിങ്ങൾ പാപം, ഏത് പാപാവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത് ആ പാപാവസ്ഥ ഉപേക്ഷിക്കുമെന്നൊരു ഉറപ്പ് കണ്ണടച്ച് ഈ സമയം നിങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചേ. നിങ്ങൾ പതിവായി വിശുദ്ധ കുമ്പസാരത്തിൽ ഏറ്റുപറയുന്ന പാപം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് ശരിയല്ല, എൻ്റെ ഈ ശീലം ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഏതവസ്ഥയും ഈ സമയം നിങ്ങൾ ഈശോയ്ക്ക് സമർപ്പിച്ചേ. ഇനി ഞാനത് ചെയ്യത്തില്ല എന്നൊരു ഉറപ്പ് ഈശോയ്ക്ക് നിങ്ങൾ കൊടുത്തേ. ഇനി നിങ്ങളെ 3 നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിച്ചേ. ഈശോയോട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ച, ഇന്നലെയും ഇന്നുമായി നമ്മൾ ചോദിച്ച നിങ്ങളെ 3 നിയോഗങ്ങൾ ഇപ്പം നിങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിന് മാറ്റ് കൂടുതലാണ്. കാരണം സമർപ്പിക്കുന്ന നിങ്ങളുടെ ആത്മാവ് പ്രസാദപരാവസ്ഥയിലാണ്. നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ നിയോഗം ദൈവസമക്ഷം സമർപ്പിക്കട്ടെ. 3 നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോയൽ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം 18 മുതലുള്ള തിരുവചനം. ജോയൽ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം 18 മുതലുള്ള തിരുവചനം. അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാവുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തനാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആട്ടിപ്പായിക്കും. വരണ്ട് വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും. അവൻ്റെ സൈന്യത്തിൻ്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും. തൻ്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും. ദേശമേ ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ച് ആനന്ദിക്കുക, കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പ്രിയമുള്ള ദൈവജനമേ, ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓഫറാണ് ഈ പറയുന്ന ജോയൽ 2:18 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു, അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാവുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്യും. എവിടെയെല്ലാം അനുദപിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ തീരുമാനമെടുത്ത് മനുഷ്യൻ ഒരുങ്ങുന്നുണ്ടോ അവിടെയെല്ലാം കർത്താവ് അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ശിക്ഷയെ പിൻവലിച്ചിട്ടുണ്ട്. എവിടെയെല്ലാം നമ്മുടെ പാപങ്ങളിൽ തന്നെ നിലനിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവിൻ്റെ ശിക്ഷ സാത്താൻ നടപ്പാക്കുകയും ചെയ്യും. ഒരിക്കലും ദൈവം ജനത്തെ ശിക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിത്വമല്ല ദൈവത്തിൻ്റെ കരുണയെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ തടസ്സപ്പെടുത്തി കഴിയുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, സാത്താന് മെജോറിറ്റി അവിടെ കിട്ടിക്കഴിയുമ്പോഴാണ് അവനാണ് നമ്മളുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ദൈവം അനുവദിച്ച ശിക്ഷയാണെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുകയും ദൈവത്തിൽ നിന്ന് ഓടിയകലാൻ നമ്മൾ വീണ്ടും തീഷ്ണതയാൽ നിൽക്കുകയും ചെയ്യും സാത്താനെ പ്രതി. പ്രിയമുള്ള ദൈവജനമേ, ഒരിക്കലും ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല, മറിച്ച് ദൈവം പരിപാലിക്കുന്ന ദൈവമാണ്.
പക്ഷേ ദൈവത്തിൻ്റെ പരിപാലനയുടെ വലം കൈ നമ്മുടെ മേൽ കടന്നു വരാത്തതിന് കാരണം നമ്മുടെ മാരകപാപങ്ങൾ നിമിത്തം, അതിൽ നിന്ന് പിന്മാറാത്തത് നിമിത്തം, നമ്മൾ ദൈവത്തിൽ നിന്ന് ഓടി അകലുന്നത് നിമിത്തം ദൈവമില്ലെങ്കിൽ എതിർശക്തി ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്കില്ല. പക്ഷെ ദൈവമില്ലാത്ത അവസ്ഥയിൽ ഈ എതിർശക്തി നമ്മളെ കീഴടക്കുമ്പോൾ ആ എതിർശക്തി കീഴടക്കി എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ അനുഭവിക്കുന്ന, ദേശം അനുഭവിക്കുന്ന ചില ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും പ്രതികൂല കാലാവസ്ഥകളുമെല്ലാം. ഒരു ദേശത്ത് കടന്നു വരണമെങ്കിൽ ആ ദേശം ദൈവത്തിൽ നിന്ന് ദേശത്തെ ജനസമൂഹം ഓടിയകലുന്നത് കൊണ്ടാണ്. പ്രിയമുള്ള ദൈവജനമേ, മോശയോട് കർത്താവ് പറഞ്ഞു, നീ കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തുമ്പോൾ ഇരുട്ട് സംഭവിക്കും. നീ വടിയെടുത്ത് ചെങ്കടലിന് നേരെ നീട്ടുമ്പോൾ അത് വിഭജിക്കപ്പെടും. നീ വടിയെടുത്ത് പാറയിൽ അടിക്കുമ്പോൾ അത് പിളർന്ന് അത് നിനക്ക് വേണ്ടി ജലം പുറപ്പെടുവിക്കും. ഇങ്ങനെ ഓഫർ കൊടുത്തിട്ടുണ്ട്. ജെറമിയ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. അപ്പോൾ ഈശോ വചനത്തിൽ ദൈവം പറയുന്നുണ്ട്, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നത് എന്ത് നീ അവരോട് സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട, കാരണം നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. ജെറമിയ പ്രവചനം 1:9-10 വാക്യങ്ങളിൽ കർത്താവ് ഇടിച്ചു നിരത്താനും പണിതുയർത്താനും നട്ടുപിടിപ്പിക്കാനുമുള്ള അധികാരം ജെറമിയയ്ക്ക് ദൈവമായ കർത്താവ് കൊടുത്തുകൊണ്ട് അവൻ ഇപ്രകാരം ഒരു അധികാരം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ദൈവം അനുഗ്രഹിച്ച വ്യക്തിത്വങ്ങളെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. എല്ലാവരിലും കുറവുകളുണ്ട്. മോശയെ സംബന്ധിച്ച് മോശവിക്കന അഭിഷേകം കൊടുത്തു. ജെറമിയയെ സംബന്ധിച്ച് ജെറമിയ പറയുന്നുണ്ട്, ഞാൻ കേവലം ബാലന, അഭിഷേകം കൊടുത്തു. പക്വതക്കുറവിലും കർത്താവിൻ്റെ അഭിഷേകത്തിന് തടസ്സമില്ല. ദൈവത്തിൻ്റെ അഭിഷേകം തടസ്സം വരുന്നത് എവിടെയാ? നമ്മുടെ ക്വാളിറ്റിയുടെ കുറവിലാണോ പ്രിയപ്പെട്ടവരെ? അല്ല. ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഭവനമായിരിക്കുന്ന ദേശങ്ങളിലും കർത്താവിൻ്റെ അഭിഷേകം കടന്നു വരാത്തതിന് കാരണം നമ്മളിലുള്ള ക്വാളിറ്റി കുറഞ്ഞ അവസ്ഥയല്ല, മറിച്ച് നമ്മുടെ പാപം മൂലമാണ്. ഈശോ ഇവിടെ പറയുന്നു, ദേശത്തെ പ്രതി ദൈവം അസഹിഷ്ണുവാകാൻ കാരണം എന്താ? ദേശം മാനസാന്തരപ്പെട്ട് പാപത്തെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തപ്പോഴാണ് കർത്താവിൻ്റെ കാരുണ്യം ദേശത്തിനു മേൽ കടന്നു വരുന്നത്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, നമ്മൾ പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ ശക്തി, അവൻ്റെ അഭിഷേകം നമ്മുടെ മേൽ, നമ്മുടെ കരങ്ങളിൽ നിന്ന്, നമ്മളിൽ നിന്ന് ശക്തമായിട്ട് മറ്റുള്ളവരിലേക്ക് പുറപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ശക്തി നമ്മുടെ കരങ്ങളിൽ നിന്ന് ജനത്തിൻ്റെ മേലും ദേശത്തിൻ്റെ മേലും പുറപ്പെടും. പ്രകൃതി ശക്തികൾ നിങ്ങളെ അനുസരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൽപ്പിക്കുമ്പോൾ സാത്താൻ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നും ഓടി അകലുന്നത് നിങ്ങൾക്ക് കാണണമോ? ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ ഇറങ്ങണം. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ ഇറങ്ങാൻ തടസ്സപ്പെട്ട് നിൽക്കുന്നത് എന്താ? കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് തഴക്കവും വഴക്കവും വന്ന പാപങ്ങളാണ് പലപ്പോഴും കർത്താവിൻ്റെ ശക്തി നമ്മളിൽ നിലനിൽക്കാത്തതിന് കാരണം. ദൈവത്തിൻ്റെ ശക്തി, രക്ഷാകര ശക്തി, കാരുണ്യത്തിൻ്റെ ശക്തി, സൗഖ്യത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും വിടുതലിൻ്റെയും ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ മേലിൽ ചെയ്യത്തില്ലെന്നൊരുറപ്പ് ദൈവത്തിന് നിങ്ങൾ കൊടുക്കണം. ചെയ്ത പാപങ്ങളെ പ്രതി ദൈവത്തോട് നിങ്ങൾ മാപ്പിരക്കണം. ഉപേക്ഷിക്കപ്പെട്ട പാപത്തെ പ്രതി ദൈവത്തോട് നിങ്ങൾ നന്ദി പറയണം. മേലിൽ ചെയ്യില്ല എന്നുള്ള ഉറപ്പെടുക്കാൻ, തീരുമാനമെടുക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത് ദൈവത്തെ നിങ്ങൾ സ്തുതിക്കണം. അപ്രകാരം നിങ്ങൾ ചെയ്യുമ്പോൾ ജെറമിയായിലേക്കും ഏശയ്യായിലേക്കും എസക്കിയയിലേക്കും പ്രിയപ്പെട്ട ദൈവജനമേ ഇസ്രായേലിലേക്കും നാഹൂമിലേക്കും മിക്കായിലേക്കും ജോയലിലേക്കും സഖറിയായിലേക്കും എല്ലാം അഭിഷേകമായിട്ട് പെയ്തിറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് എൻ്റെ മേലും നിങ്ങളുടെ മേലും പെയ്തിറങ്ങും, ഇറങ്ങി വരും. അഭിഷേകത്തോടെ പറയട്ടെ ഹല്ലേലൂയ, ശക്തിയോടെ പറയട്ടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ പറയട്ടെ ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് വരാനിരിക്കുന്ന വലിയ വിപത്തുകളെ ചെറുക്കാൻ നിൻ്റെ കുടുംബത്തിന് ദൈവം തന്നിരിക്കുന്ന കച്ചിത്തുരുമ്പ്. പ്രിയമുള്ളവരെ, ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ സ്ഥിതിവിശേഷങ്ങളൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സ്മൂത്തായിട്ട് പോകത്തില്ല. 2027 മുതൽ നിങ്ങൾ കണക്ക് കൂട്ടിയിരുന്നോ? നിങ്ങൾ കാണുന്ന ലോകത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. നിങ്ങൾ കാണുന്ന ലോകമായിരിക്കില്ല, നിങ്ങൾ കാണുന്ന അവസ്ഥകളായിരിക്കില്ല. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിക്കും, നിങ്ങൾ പരിശുദ്ധ ബലിക്ക് വേണ്ടി കൊതിക്കുന്ന കാലഘട്ടങ്ങളിലേക്ക് ഇനി നമ്മൾ പോകുക. അപ്പോഴെല്ലാം പ്രിയമുള്ള ദൈവജനമേ, പരിശുദ്ധ ബലിയും
പ്രാർത്ഥനകളും വചനപ്രഘോഷണങ്ങളുമെല്ലാം ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇല്ലാതാകുന്ന സമയത്തും ദൈവം നിങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് വരാനിരിക്കുന്ന വിപത്തുകളെ ദൂരീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വീകരിക്കണം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങണം. കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന തിന്മകളെ ദൂരീകരിക്കാൻ, കുടുംബത്തിലുള്ള നിങ്ങളുടെ കൂടപ്പുറപ്പുകളിലുള്ള ആത്മാക്കളെ കെട്ടിയിട്ടിരിക്കുന്ന സാത്താൻ്റെ സകല ശക്തികളെ ദൂരീകരിക്കണമെങ്കിൽ നിങ്ങളുടെ കരങ്ങളിൽ കർത്താവിൻ്റെ ശക്തി തിളങ്ങണം. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പുറപ്പെടണം. നിങ്ങളുടെ കരങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പഴുതാർന്ന കരങ്ങളായിട്ട് മാറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, നിങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പുറപ്പെട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാതെ ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക്, ദേശത്തിലേക്ക്, കുടുംബത്തിലുള്ള വ്യക്തിത്വങ്ങളിലേക്ക് അയച്ചു പ്രാർത്ഥിച്ചില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് കാലഘട്ടത്തെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുകളേറും. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ രോഗപീഠകളെ എതിരിട്ട് തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടുകളേറും. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് ബുദ്ധിമുട്ടുകളേറും. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ആരിലും ആശ്രയത്വം ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾക്ക് എവിടെയും ഓടി ഒളിക്കാൻ ഒരു ഷെൽട്ടർ ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും പ്രാർത്ഥനാ സഹായം ചോദിക്കാൻ നിന്നാൽ ഒരു കോള് പോലും കണക്റ്റ് ആവണമെന്നില്ല. അവിടെയെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഏക സ്രോതസ്സ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാകുന്ന കൃപയുടെ സ്രോതസ്സാണ്. അത് മറ്റൊരാളിലുണ്ടെന്ന് കരുതി നീ ആശ്വസിക്കരുത്. നിന്നിലില്ലെങ്കിൽ നീ സങ്കടപ്പെടണം. നിന്നിൽ ആ കൃപ ലഭിച്ചിട്ടില്ലെങ്കിൽ നീ ഭാരപ്പെടണം. കർത്താവേ, അവർക്കതുണ്ട്, അവർ രക്ഷപ്പെട്ട ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആകുലത നമ്മളിലുണ്ടെങ്കിലേ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഏറ്റവും വലിയ നിധിക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനും ആ കൃപ നമ്മളിൽ സ്വന്തമാക്കാൻ, പാപത്തെ വെറുത്തുപേക്ഷിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതല്ലെങ്കിൽ ഒരിക്കലും പാപത്തിൻ്റെ പൈശാചികത നമ്മളെ വിട്ടുപോകത്തില്ല. എവിടെയെല്ലാം പരിശുദ്ധാത്മാവിന് വേണ്ടി പാപത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടോ ആ പാപം തിരിച്ചു വരാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എവിടെയെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി പാപത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട ദൈവജനമേ, ആ നിയോഗങ്ങൾ വീണ്ടും തിരിച്ചു വരും. ആ പാപം നീ വീണ്ടും ചെയ്യും. കാരണം നീ ഉപേക്ഷിച്ചത് നിത്യജീവന് വേണ്ടിയിട്ടല്ല പാപത്തെ ഉപേക്ഷിച്ചത്. നീ പാപത്തെ ഉപേക്ഷിച്ചത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനല്ല. നീ പാപത്തെ ഉപേക്ഷിച്ചത് കേവലം നിന്റെ മരണത്തോടുകൂടി അവസാനിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നീ പാപത്തെ ഉപേക്ഷിക്കുന്ന തരത്തിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ അവസ്ഥകളിലൂടെ നീ കടന്നു പോയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ലഭിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് നിലനിൽക്കുകയില്ല. നിന്നിൽ പരിശുദ്ധാത്മാവ് നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി, നിത്യജീവന് വേണ്ടി നീ പാപത്തെ ഉപേക്ഷിക്കണം. ഇന്നുവരെ, ഇവിടെ വരുന്നതിന് മുൻപ് വരെ നിന്നിലുണ്ടായിരുന്ന പാപവും പാപ സാഹചര്യങ്ങളെയും പാപപ്രവണതകളെയും പാപം നിന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്ന വ്യക്തിത്വങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മുറിച്ചു മാറ്റണം. ഹല്ലേലൂയ! അഭിഷേകത്തോടെ ഹല്ലേലൂയ! വിശ്വാസത്തോടെ ഹല്ലേലൂയ! നമ്മളിൽ നിന്ന് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ദേശത്തെ പ്രതി അസഹിഷ്ണുവായ ദൈവം നമ്മുടെ ദേശത്തെ പ്രതി അത് അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, പാപം അവൻ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ പാപങ്ങളും പാപത്തിൻ്റെ എല്ലാ അഴുക്കു മാലിന്യങ്ങളും അവൻ തൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മുടെ ആത്മാവിൽ നിന്ന് കഴുകി വിശുദ്ധി വരുത്തി നമ്മുടെ ആത്മാവിനെ പ്രസാദപരാവസ്ഥയിലേക്ക് അവൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. മൺപാത്രത്തിലെ നിധി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ വസിക്കുന്ന ആത്മാവ്. കാരണം ഈ ശരീരം വെറും മൺപാത്രമാണ്. ജഡിക പാപത്തിലേക്ക് വീഴാൻ ഇതിന് മടിയില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, മദ്യത്തിൻ്റെ അരൂപിലേക്ക് വീണുകൊടുക്കാൻ ഇതിന് മടിയില്ല. ഇതിൻ്റെ നാവ് എല്ലായിടത്തും ചെല്ലും, ഇതിൻ്റെ കണ്ണുകൾ എല്ലായിടത്തും ചെല്ലും, ഇതിൻ്റെ കാതുകൾ എല്ലായിടത്തും ചെല്ലും. ഇത് സംസാരിക്കുമ്പോൾ, ഇത് പ്രവർത്തിക്കുമ്പോൾ, ഇത് നോക്കുമ്പോൾ അതിൽ ആസക്തികളുണ്ട്, ഇത് നോക്കുമ്പോൾ അതിൽ അരൂപികളുടെ പ്രവർത്തനങ്ങളുണ്ട്, ഇത് നോക്കുമ്പോൾ അതിൽ കുറ്റപ്പറച്ചിലുകളും കുറ്റപ്പെടുത്തലുകളുമുണ്ട്. അതുകൊണ്ട് ഈ മൺപാത്രത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവാകുന്ന നിധിയെ ദൈവം തന്നു വിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നറിയോ? ഇതിനെ ഒളിപ്പിച്ച് സൂക്ഷിച്ച് വെക്കാനുള്ള കൃപ ഈ ശരീരത്തിലേക്ക്, ഈ ആത്മാവിൽ നിന്ന് പുറപ്പെടണം. ഈ ശരീരം വിശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നിടത്ത് ആത്മാവ് ഹെൽത്തി ആയിട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ശരീരത്തിലേക്ക് എന്ന് അശുദ്ധിയുടെ മാലിന്യങ്ങൾ കടന്നു വരുന്നുവോ അന്നു മുതൽ നമ്മുടെ ആത്മസ്ഥിതിയെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടണം. കാരണം അവിടെ എല്ലാം ഒരു തട്ടുകേട് സംഭവിച്ചിട്ടുണ്ട്. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ആത്മസ്ഥിതി കെട്ടുപോയിട്ടുണ്ട്. ഈശോ പറയുന്നു, ഇനിയും മാറിയില്ലെങ്കിൽ ഇനി ഒരവസരം തമ്പുരാൻ തന്നെന്ന് വരില്ല. ഇനിയും മാറിയില്ലെങ്കിൽ ഇനി ഒരവസാനം തമ്പുരാൻ തന്നെന്ന് വരില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നാളെ ഉണ്ടല്ലോ എന്നാശ്വസിക്കുന്നവരാ. നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല.
തമ്പുരാൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നാളെ നമുക്ക് ജീവനുണ്ടെങ്കിലും നാളെ ലോകത്തിൻ്റെ സ്ഥിതി എന്തെന്ന് നമുക്കറിയത്തില്ല. നാളെ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടിയാലും ലോകത്തിൻ്റെ അവസ്ഥകൾ എന്തെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് അലസതയുടെ, മടിയുടെ, ക്ഷീണത്തിൻ്റെ, തളർച്ചയുടെ, നിരാശയുടെ, ഒരുക്കക്കുറവിൻ്റെ സകല തിന്മയുടെ കെട്ടുകളും പൊട്ടിച്ചെറിയേണ്ട ഏറ്റവും വലിയ ശുശ്രൂഷയായിട്ട് നിങ്ങൾ ഈ ശുശ്രൂഷയെ കാണണം. ഇതിൽ നിന്ന് ഏതെങ്കിലും ദൈനംദിന ആവശ്യങ്ങൾ സാധിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ പോകല്ലേ. രോഗങ്ങൾ സൗഖ്യമാക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകല്ലേ. അതൊന്നും സ്ഥായിയായിട്ട് നിങ്ങളിൽ നിലനിൽക്കില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ഒരു ധ്യാന കേന്ദ്രത്തെയും ഒരു ധ്യാന ഗുരുക്കന്മാരെയും കണ്ടുകൊണ്ടായിരിക്കരുത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. എന്നിൽ പൈശാചികത വന്നാൽ എന്നെ ആൾ പൊട്ടിക്കും, എന്നിൽ രോഗം വന്നാൽ എൻ്റെ ശുശ്രൂഷകനിലൂടെ എനിക്കത് സൗഖ്യം കിട്ടും എന്ന് കാത്തിരിക്കേണ്ട കാലഘട്ടങ്ങൾ അവസാനിച്ചിരിക്കുക. കാരണം ഇനി എന്തു വേണമോ നിന്നിൽ നിന്ന് തന്നെ ആ ശക്തി പുറപ്പെടണം. നിന്റെ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കത്തോലിക്ക തിരുസഭ ഒരുങ്ങുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, നാട് മൊത്തം ഒരുങ്ങുന്നുണ്ട്. തിരുസഭ ഒരുങ്ങുന്നിടത്ത് സാത്താൻ ഒരുങ്ങുന്നുണ്ട് നമ്മുടെ ഒരുക്കത്തെ അവസാനിപ്പിക്കാൻ. അവൻ ഒരുങ്ങുന്നുണ്ടെന്നുള്ളത് മറക്കരുത്. നമ്മൾ മാത്രമല്ല ഒരുങ്ങുന്നത്, എതിർശക്തികളും ഒരുങ്ങുന്നുണ്ട്. നമ്മൾ ഒരുങ്ങുന്നത് ഒന്നാണെങ്കിൽ അവരൊരുങ്ങുന്നത് ഇൻ്റെ ഗുണം 100. പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ്റെ ഒരുക്കം നമ്മുടെ ഒരുക്കത്തേക്കാൾ 10,000 മടങ്ങ് അധികമാണ്. അവൻ്റെ സൈന്യം നമ്മുടെ ഒരുക്കത്തേക്കാൾ മടങ്ങ് അധികമാണ്. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നു, വ്യർത്ഥമായി ചിന്തിച്ച് ആലോചിച്ച് കൂട്ടിയിരിക്കാൻ ഇനി സമയമില്ല. വ്യർത്ഥ ഭാഷണത്തിന് സമയമില്ല. അലസതയ്ക്ക് സമയമില്ല. മടിയും നിരാശയും ക്ഷീണവും തളർച്ചയും എല്ലാം മാറ്റിവെച്ച് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തണം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉണർവോടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മുൻപിൽ 3 മണി സമയങ്ങൾ ഇനി നിങ്ങൾ ഉപയോഗിക്കണം. 3 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ മുട്ടുകുത്തിയിട്ടുണ്ടാകണം. പ്രിയമുള്ള ദൈവജനമേ, ക്രിസ്ത്യാനിയുടെ തഴമ്പ് കാണേണ്ടത് അവൻ്റെ മുട്ടുകാലിലാണ്. കത്തോലിക്കനാണോ ക്രിസ്ത്യാനിയാണോ, നിൻ്റെ തഴമ്പ് നിൻ്റെ മുട്ടിലുണ്ടാവണം. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് നിന്ന് പ്രാർത്ഥിക്കണം. അഭിഷേകം ചോദിച്ച് പ്രാർത്ഥിക്കണം. കരുണയുടെ മണിക്കൂറിൽ കരുണ ചോദിക്കണം. യാമങ്ങളിൽ അഭിഷേകം ചോദിക്കണം. അതിരാവിലെ എഴുന്നേറ്റ് കൃപ ചോദിക്കണം. അർദ്ധരാത്രിയിൽ ഉണർന്നിരുന്ന പൈശാചിക ശക്തികൾക്ക് മേൽ അധികാരം ചോദിക്കണം. സന്ധ്യാസമയത്ത് കുടുംബത്തെ വിശുദ്ധീകരിക്കാനുള്ള കൃപ ചോദിക്കണം. വൈകുന്നേരങ്ങളിൽ നിങ്ങളിൽ മാനസാന്തരത്തിനുള്ള അഭിഷേകത്തെ ചോദിക്കണം. ഓരോ സമയത്തുള്ള പ്രാർത്ഥനകൾക്കും പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് കരുണയുടെ മണിക്കൂറിൽ മാത്രം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം അധികാരം, സാത്താൻ്റെ ശക്തികൾക്ക് മേൽ അധികാരം ചോദിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ജോയൽ പ്രവചനത്തിലൂടെ ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നതൊന്നേയുള്ളൂ. നിങ്ങൾ എന്ത് ചോദിച്ചാലും അതെല്ലാം കിട്ടുന്ന ഈ പറയുന്ന ഈ സമയം, ഈ മണിക്കൂർ, ഈ പ്രസാദപരാവസ്ഥയിൽ നിങ്ങൾ ചോദിക്കണം, കർത്താവേ, ഏറ്റവും വലിയ ദാനമാകുന്ന നിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ നിനക്ക് സഹായകനെ തരും എന്ന നിൻ്റെ വാഗ്ദാനം, ഈ ശോമിസിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ ഞങ്ങളെ ഒരുക്കുന്ന പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന ഏറ്റവും വലിയ ദാനം ഈ സമയം ഞങ്ങൾക്ക് നീ കൽപ്പിച്ച് അനുവദിക്കണമേ എന്ന് നമ്മൾ ഓരോ മിനിറ്റുകളിലും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഇടവിടാതെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുള്ള പ്രത്യേകത, ഒരിക്കലും ആ പ്രാർത്ഥന നിത്യകാലത്തേക്ക് കൊണ്ടുപോകുവാൻ സാത്താൻ അനുവദിക്കില്ല. അതിനിടയിൽ നിനക്കൊരു ഫോൺ കോളോ, അതിനിടയിൽ നിനക്കൊരു പലവിചാരമോ, അതിനിടയിൽ നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ, അതിനിടയിൽ നിന്നെ ആരെങ്കിലും വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടാകും. കാരണം നീ ചോദിക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ലെങ്കിലും നിൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന സാത്താൻ്റെ അരൂപികൾക്കറിയാം. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ബന്ധനങ്ങൾ അഴിക്കുമ്പോൾ, നിൻ്റെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കണം. നിൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തി നിൻ്റെ കാവൽ മാലാഖ മാത്രമല്ല, നിന്നെ പാപത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള സാത്താനും നിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ അടുത്തില്ല. കാരണം ഇപ്പോഴാണ് നമ്മൾ പ്രസാദപര അവസ്ഥയിലേക്ക് എത്തുന്നത്. പ്രസാദപര അവസ്ഥയിലായിരിക്കുമ്പോൾ മാത്രമാണ് ഇത് അകലം പാലിക്കുകയുള്ളൂ. പ്രസാദപര അവസ്ഥ നമ്മൾ എപ്പോൾ നഷ്ടപ്പെടുത്തുന്നുവോ, ഈ അടുത്തിരിക്കുന്ന അരൂപികൾ, അകലെയിരിക്കുന്ന അരൂപികൾ അടുത്തേക്ക് വരും. പ്രിയപ്പെട്ടവരെ, അത് നമ്മളെ കാർന്ന് തിന്നാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. എവിടെ വീഴും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവരാ. അതുകൊണ്ട് അതിനെ കീഴടക്കണമെങ്കിൽ ആരുടെയെങ്കിലും അഭിഷേകമോ, ധ്യാന കേന്ദ്രങ്ങളുടെ അഭിഷേകമോ, ധ്യാന ഗുരുക്കന്മാരുടെ അഭിഷേകമോ ഒന്നും നിങ്ങൾക്കുള്ളതല്ല. ആമേൻ, ഹല്ലേലൂയാ. അത് ദൈവത്തെ അറിയാത്ത അനേകം ജനതകൾക്ക് വേണ്ടി കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്നതാ. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ നിങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കണം.
മറ്റൊരുവനിലുള്ള പരിശുദ്ധാത്മാവിനെയല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വന്തമാക്കണം. നമുക്ക് വിലപിക്കാൻ സമയമില്ല. കർത്താവിൻ്റെ മുൻപിൽ പരാതികൾ പറയാൻ നമുക്ക് സമയമില്ല. കർത്താവിൻ്റെ മുമ്പിൽ നിയോഗങ്ങൾ സമർപ്പിക്കാൻ ഇനി സമയമില്ല. പ്രിയപ്പെട്ടവരെ, കൊറോണയ്ക്ക് മുന്നിലും ഞാൻ ഇതുപോലൊരു ക്ലാസ് ഒരു സ്ഥലത്തെടുത്ത് പിറ്റേ ദിവസമാണ് പള്ളികളെല്ലാം അടച്ചുപൂട്ടപ്പെട്ടതും പരിശുദ്ധ കുർബാന നിർത്തലാക്കപ്പെട്ടതും എറണാകുളത്ത് കളമശ്ശേരിയിൽ വെച്ചിട്ട്. അന്നും പരിശുദ്ധാത്മാവ് ഇതുപോലെ എന്നെക്കൊണ്ട് പറയിപ്പിച്ചു. അന്ന് പറയിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം അവിടുത്തെ പള്ളി വികാരി അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞതുപോലെ തന്നെയാണ്, മാറ്റം വന്നിട്ടില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധരത്തെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ കേട്ടിരിക്കുന്നവർ മനസ്സിലാക്കണം. വചനം പഠിപ്പിക്കുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആന്തരികമായി നിനക്കൊരു ശ്രവണോപാധി കർത്താവ് നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്റെ ആത്മാവിന് വെച്ച് തന്നിട്ടുണ്ട്. ആ ചെവിയുള്ളവൻ, കൃപ സ്വീകരിക്കാൻ മനസ്സുള്ളവൻ കേൾക്കട്ടെ. കർത്താവ് പറയുന്നു ഒരുങ്ങിക്കോ. കർത്താവ് വീണ്ടും പറയുന്നു ഒരുങ്ങിക്കോ. വിദേശത്തായിരിക്കണം നിങ്ങളുടെ മക്കളോട് ഒരുങ്ങാൻ പറയുക, കുടുംബത്തിലുള്ളവരോട് ഒരുങ്ങാൻ പറയുക. വീട് വിട്ട് വിദൂരത്തായിരിക്കുന്നവരോടും ഈശോ പറയുന്നു ഒരുങ്ങാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന പ്രവചനത്തെ സ്വീകരിക്കണേ. വരാനിരിക്കുന്നത് ചെറുതല്ല പ്രിയപ്പെട്ടവരെ, വരാനിരിക്കുന്ന വിപത്ത് ചെറുതല്ല. വീണ്ടും പറയുന്നു, വരാനിരിക്കുന്ന വിപത്ത് ചെറുതല്ല. നമുക്ക് അലസമായിട്ട് തീർക്കാൻ സമയമില്ല, നമുക്ക് അലസമായിട്ട് തള്ളിക്കളയാൻ സമയങ്ങളില്ല ഇനി. അതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങണം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ. പാപത്തെ വെറുത്തുപേക്ഷിക്കണേ. പാപവും അതിൻ്റെ നൈമിഷിക സുഖങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് അതിനൊന്നും തരാനില്ലെന്നേ. അതിനപ്പുറത്തേക്ക് അത് നിങ്ങളെ ഒരു തരത്തിലും പോറ്റുന്നില്ല. അത് ആ ഒരു സമയത്തേക്ക് നിന്നെ ഉപയോഗിക്കും, അത് കഴിയുമ്പോൾ നിന്നെ ഉപേക്ഷിക്കും. വീണ്ടും ആ സമയം വരുമ്പോൾ നിന്നെ ഉപയോഗിക്കും, അത് കഴിയുമ്പോൾ അത് വീണ്ടും നിന്നെ ഉപേക്ഷിക്കും. അവൻ്റെ കയ്യിലെ ആയുധമായിട്ട് നീ എന്തിനാ മാറണേ? അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നീ നിൻ്റെ ശരീരത്തിന് എന്തിനാ നീ വിട്ടുകൊടുക്കണേ? ദൈവത്തിൻ്റെ കയ്യിലെ മൂർച്ചയേറിയ ആയുധമായിട്ട്, ഉപകരണമായിട്ട് മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ നിന്നെക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാക്കൾക്ക് ഉപകാരമുള്ളൂ. അതല്ലെങ്കിൽ നീ വെറും ഒരു മരക്കഷ്ണമാ, നീ വെറും ഒരു മൺതരി മാത്രമാ പ്രിയപ്പെട്ടവരെ. ഒരു ഉപകാരവുമില്ലാത്തത്, ഒരു ഉപകാരവുമില്ലാത്തത്. കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ കണ്ണിലിരിക്കുന്ന തടിക്കഷ്ണത്തെ നീ ആദ്യം എടുത്തു മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കണ്ണിലിരിക്കുന്ന തടിക്കഷ്ണത്തെ എടുത്തു മാറ്റണം. പ്രിയമുള്ള ദൈവജനമേ, ക്രിസ്തുവിനെ കാണാനുള്ള തുറവി ഇല്ലാത്തതാ തടിക്കഷ്ണത്തിൻ്റെ പ്രത്യേകത. ക്രിസ്തുവിനെ കാണാനുള്ള തുറവി വിഗ്രഹങ്ങളാകുന്ന തടിക്കഷ്ണങ്ങൾക്ക് നമ്മൾക്ക് തരാൻ പറ്റും. ആ തുറവി അടച്ചു കളയാൻ പറ്റും. ആ തുറവിയെ അടച്ചു കളയും ഈ തടിക്കഷ്ണങ്ങൾ. അതുകൊണ്ട് ഈശോ പറയുന്നു, അത് എടുത്തു മാറ്റണം, അതിനെ കത്തിച്ച് ശാമ്പലാക്കണം. മരത്താൽ വന്ന പാപത്തെയാണ് വിശുദ്ധ കുരിശെന്ന് പറയുന്ന മരത്താൽ കർത്താവ് എടുത്തു മാറ്റിയതെങ്കിൽ ഈ വിശുദ്ധ കുരിശാകുന്ന തടിക്കഷ്ണത്തിലേക്ക് ആശ്രയത്വം വെച്ചോ, അത് നിന്നെ എന്നും പോറ്റും. വിശുദ്ധ കുരിശിൻ്റെ മുദ്ര നിൻ്റെ നെറ്റിത്തടത്തിൽ ഉണ്ടാകണം, അത് നിന്നെ എന്നും സംരക്ഷിക്കും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നീ ഇറങ്ങണം, അത് എല്ലായിടത്തും നിനക്ക് കാവലും വെളിച്ചവുമായിട്ടിരിക്കും. വിശുദ്ധ കുരിശിനാൽ നീ നയിക്കപ്പെടണം. വിശുദ്ധ കുരിശിൻ്റെ അഭിഷേകം നിനക്കുണ്ടാകണം. വിശുദ്ധ കുരിശ് നോക്കുമ്പോൾ അതിൽ ക്രിസ്തുവുണ്ട്. വിശുദ്ധ കുരിശ് നോക്കുമ്പോൾ അതിൽ 3 ആണികളും. വിശുദ്ധ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ ശിരസിൽ ഒരു ഒരു കിരീടം, മുൾമുടി കൊണ്ടുള്ള ഒരു കിരീടവും കാണാൻ പറ്റും. ഈ വിശുദ്ധ കുരിശിൻ്റെ എല്ലാ വശങ്ങളിലേക്ക് നീ ഒന്ന് നോക്കിയേ, അതിലൂടെ നിനക്ക് കിട്ടാവുന്ന സംരക്ഷണം മറ്റൊരിടത്തു നിന്നും നിനക്ക് കിട്ടത്തില്ല. കാരണം അതിലാണ് അവൻ നിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തത്. അതിലാണ് കർത്താവ് കട്ടിലായിട്ട് ഉപയോഗിച്ച് അവിടെ കർത്താവിൻ്റെ അന്ത്യനിദ്ര കൊള്ളുന്ന സ്ഥലം വിശുദ്ധ കുരിശ. വിശുദ്ധ കുരിശ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു അതിൽ നിൽക്കുമ്പോൾ ആകാശത്തിനും ഭൂമിക്കും മധ്യസ്ഥം എന്ന് പറയുന്ന അവസ്ഥയിൽ ക്രിസ്തു നിൽക്കുന്നത് വിശുദ്ധ കുരിശിലാണ്. ഈ കുരിശ് നീ സ്വന്തമാക്കുക. അതായത് ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കുരിശുകളെ നീ സ്വന്തമാക്കിയാൽ ആ കുരിശ് വഴി വിശുദ്ധ കുരിശിനെ പുൽകാൻ കർത്താവ് നിന്നെ അനുവദിക്കും. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. എൻ്റെയും നിങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഒത്തിരി കുരിശുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ കുരിശുകളൊന്നും വിശുദ്ധ കുരിശല്ല. ഈ കുരിശുകളെല്ലാം ഒരുപക്ഷെ നമ്മുടെ പാപങ്ങൾ മൂലം നമ്മൾ അനുഭവിക്കുന്ന, ചുമക്കേണ്ടി വരുന്ന പാപത്തിൻ്റെ മാലിന്യത്തിൻ്റെ കറ പുരണ്ട കുരിശുകളാണ്. ഈ കുരിശുകൾ വിശുദ്ധ കുരിശാക്കി മാറ്റണമെങ്കിൽ നോ പറയാതെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. നോ പറയാതെ അതിനോട് യെസ് പറയാനായിട്ടുള്ള ഒരു ബലം നമ്മുടെ ആത്മാവിനും മനസ്സിനും ഹൃദയത്തിനും ഉണ്ടാവണം. ശരീരത്തിൻ്റെ ബലത്തിൻ്റെ കാര്യമല്ല ഇവിടെ പ്രധാനം. ശരീരം അനുസരിക്കുന്ന ഒന്ന് മാത്രമാണ്, ആജ്ഞ പുറപ്പെടുവിക്കുന്നത് മനസ്സാണ്. ശരീരമെന്ന് പറയുന്നത് നിൻ്റെ മനസ്സിൻ്റെ ആജ്ഞ പുറപ്പെടുവിക്കുമ്പോൾ അതനുസരിക്കുന്ന ഉപകരണം മാത്രമാണ് ശരീരം. ശരീരത്തിനല്ല പ്രാധാന്യം, ഉള്ളിലുണ്ടൊരെണ്ണം.
ഈ ശരീരത്തിലേക്ക് ഈ പറയുന്ന സിഗ്നൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഉപാധിയുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ മനസ്സ്, ഈ മനസ്സിലേക്ക് നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കൃപ കൊടുക്കുന്ന ഒന്നുണ്ട്. അതെൻ്റെ ഹൃദയമാണ്. ഈ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടത്തിവിടുന്ന ഒന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ്, എൻ്റെ ജീവൻ, എന്നിൽ വസിക്കുന്ന ജീവൻ്റെ ജീവനാകുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. അതായത് ആത്മാവ് ഹൃദയത്തിലേക്കും, ഹൃദയത്തിൽ നിന്ന് മനസ്സിലേക്കും, മനസ്സിൽ നിന്ന് ശരീരത്തിലേക്കും പുറപ്പെടുന്നതാണ് സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി എന്ന് പറയുന്നത്. അവസാനമാണത് ശരീരത്തിൽ എത്തുള്ളൂ. ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട്, ആത്മാവിലൂടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ട്, ഹൃദയത്തിലൂടെ മനസ്സ് വിശുദ്ധീകരിക്കപ്പെട്ട്, മനസ്സിലൂടെ ശരീരം വിശുദ്ധീകരിക്കപ്പെടണം. 4 തലങ്ങളാണ്. 4 തലങ്ങളാണ്. ഈ 4 തലങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒന്നാമത് പ്രസാദപരവസ്ഥയിലായിരിക്കുക. ഇപ്പോൾ ഈ സമയം നിങ്ങൾ ആ അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ആത്മസ്ഥിതി ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഈ ആത്മസ്ഥിതിയിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം. പരിശുദ്ധ അമ്മ പറയുന്നില്ലേ, അവൾ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്തുകൊണ്ടാണ്? അവളുടെ ആത്മസ്ഥിതിയിൽ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാനുള്ള ഒരുക്കം അവളുടെ ആത്മസ്ഥിതിയിലുണ്ട്. അതുകൊണ്ട് ആത്മാവിൻ്റെ മേഖല അമ്മയെ സംബന്ധിച്ച് നോക്കിയാൽ നമ്മൾ തുടങ്ങേണ്ടത് ആത്മാവിൽ നിന്നാണ്. എൻ്റെ പാപം മൂലം ഞാൻ എൻ്റെ ആത്മാവിനെ ഇങ്ങനെ തീയിട്ട് കൊളുത്തി വെച്ചിരിക്കുക. നിങ്ങൾ അറിയുന്നുണ്ടോ, നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഓരോ പാപവും നമ്മുടെ ആത്മാവിനെ ഒരു ഇരുമ്പ് ചട്ടക്കൂടിനകത്തിട്ടിട്ട് അടിയിൽ നിന്ന് തീ കൊടുത്ത് അതിനെ വേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ബോധപൂർവം നമ്മൾ ശരീരത്തിൽ ചെയ്യുന്ന ഓരോ പാപത്തിലും ആത്മാവിൻ്റെ അവസ്ഥ ഇതാ. ഈ അവസ്ഥയിൽ ഈ ആത്മാവ് ചുട്ടുപുകയുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, അതുവഴി നിൻ്റെ സ്ഥിതി, നിൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി, നിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം, നിൻ്റെ ഹൃദയത്തിൻ്റെ ആരോഗ്യം, ഇതെല്ലാം നിൻ്റെ കരങ്ങളിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കും. അവസാനം നിൻ്റെ ശ്വാസം നിലച്ച് കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തേണ്ട ആത്മാവ് എവിടെ എത്തുമെന്നുള്ളത് നമ്മളൊന്ന് ആകുലപ്പെട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ! അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തനാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. എപ്പോഴാ അനുതപിക്കുന്ന ബാബിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ജോയൽ പ്രവാചകനിലൂടെ നമ്മളോട് പറയുന്നു, ഇനി നിങ്ങളെ ഞാൻ ജനത്തിൻ്റെ മുമ്പിൽ പരിഹാസപാത്രമാക്കുകയില്ല. ജനം എന്ന് പറയുന്നത് എന്താ? നിങ്ങളെ അവഹേളിക്കാനും നിങ്ങളിൽ കുറ്റം കണ്ടുപിടിക്കാനും കണ്ണും നട്ടിരിക്കുന്നവരാ ജനം എന്ന് പറയുന്നത്. ആ കുറ്റം കണ്ടുപിടിക്കുന്നത് എന്താ? അരൂപികളാണ്. ഈ അരൂപികൾ നിങ്ങളെ കണ്ട് നിങ്ങൾക്കെതിരെ പരിഹാസത്തിൻ്റെ ശരം നിങ്ങൾക്കെതിരെ അത് തൊടുത്ത് വിടുന്നുണ്ട്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ആത്മാവ് ജോയൽ പ്രവാചകനിലൂടെ നമ്മളോട് പറയുന്നു, ഇനി ഞാൻ നിങ്ങളെ ജനതകൾക്ക് മുൻപിൽ പരിഹാസപാത്രമാക്കുകയില്ല. ഓരോ പാപം ചെയ്യുമ്പോഴും നിങ്ങൾ അറിയണം, സാത്താൻ നമ്മളെ നോക്കി പല്ലെളിച്ച് ചിരിക്കുന്നുണ്ട്. അവൻ പരിഹസിച്ച് ചിരിക്കുന്നുണ്ട്. നിൻ്റെ ആത്മസ്ഥിതിയെക്കുറിച്ച്, നഷ്ടപ്പെട്ടു പോയ കൃപകളെക്കുറിച്ച് സാത്താൻ നിന്നെക്കുറിച്ചോർത്ത് പല്ലെളിച്ച് ചിരിക്കുന്നുണ്ട്. നീ അതറിയുന്നില്ല. കാരണം പാപത്തിൻ്റെ സുഖത്തിൽ ഇങ്ങനെ മുഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. പരിഹാസത്തിൻ്റെ ശരങ്ങൾ ഏൽക്കുന്നത് നമ്മൾ അറിയാൻ പറ്റുന്നില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ ആത്മാക്കളെക്കുറിച്ച്, ദൈവം എന്നിൽ നിക്ഷേപിച്ച ആത്മസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യമില്ലാത്തത് കൊണ്ട് പാപം എനിക്ക് നേരെ ഇങ്ങനെ ഒരു അമ്പും എയ്തിരിക്കുന്നത് പലപ്പോഴും മനസ്സിലാക്കാനുള്ള കൃപ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ആ കൃപ വീണ്ടെടുക്കണം. ഹല്ലേലൂയ! അഭിഷേകത്തോടെ ഹല്ലേലൂയ! ആ കൃപയെ നിങ്ങൾ വീണ്ടെടുക്കണം പ്രിയപ്പെട്ടവരെ. ആ കൃപയെ വീണ്ടെടുക്കണം. ഞാൻ ഈ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ പലരുടെ അടുത്തും ചെന്നിട്ട് കർത്താവിൻ്റെ സന്ദേശം എടുക്കുന്നതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു. ഒരാൾ പോലും പറഞ്ഞു തന്നിട്ടില്ല. അന്ന് ഞാൻ ഈശോയ്ക്ക് കൊടുത്ത വാക്കാണ്, കർത്താവേ, എൻ്റെ എല്ലാ ധ്യാനങ്ങളിലും ഞാൻ നടത്തുന്ന എല്ലാ ടോക്കുകളിലും ഞാൻ പരിശുദ്ധാത്മാവിനെ തന്നെ വിളമ്പിക്കൊള്ളാം. ആത്മസ്ഥിതിയെക്കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞോളാം. കാരണം ശരീരമല്ല, ആത്മാവാണ് നീ നോക്കുന്നതല്ലോ. ആത്മസ്ഥിതിയെക്കുറിച്ച് പറയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ ഒരു വ്യക്തിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അവർ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയണമെന്ന് അവർ ആഗ്രഹിക്കുമ്പോഴും ഒരുപക്ഷെ അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ അവർ നിങ്ങൾക്ക് പ്രേരണ തരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ രോഗം മാറാനോ, കടബാധ്യത മാറാനോ, കുടുംബ പ്രശ്നം മാറാനോ, OET പാസ്സാകാനോ, IELTS കിട്ടാനോ, ഇങ്ങനെയുള്ള ഇൻറ്റൻഷനിലേക്ക് പരിശുദ്ധാത്മാവിനെ മിസ്യൂസ് ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നതിൻ്റെ ആത്മസ്ഥിതിയിലേക്കാണ്. അവിടെ സ്വീകരിക്കാൻ നിനക്ക് ഒരുക്കമില്ലെങ്കിൽ ബാക്കി നിൻ്റെ ശരീരത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലേക്ക് നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാലും അത് നിലനിൽക്കില്ല. അത് മാറുമ്പോൾ അടുത്ത ഇൻറ്റൻഷൻ സാത്താൻ നിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാകും.
ആദ്യത്തെ കാലഘട്ടങ്ങളിൽ, ശുശ്രൂഷ ജീവിതത്തിൻ്റെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ കൃപ ലഭിച്ചു, അഭിഷേകം സ്വീകരിക്കാൻ അറിയത്തില്ല. കൃപയും അഭിഷേകവും രണ്ടും രണ്ടാ. കൃപ ലഭിച്ചു, ശുശ്രൂഷയാ, വെളിയാ, തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാ. പക്ഷേ അഭിഷേകം സ്വീകരിക്കാൻ അറിയില്ല. കണ്ണടയ്ക്കുമ്പോൾ ഇരുട്ട് മാത്രം കാണിച്ചു തരുന്ന ഒരു അവസ്ഥയാണ് ശുശ്രൂഷ ജീവിതത്തിൽ. എന്തു ചെയ്യും? മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കിട്ടാതെ അവനോട് ഞാൻ എന്ത് ചോദിക്കും? കഥ പറയുമോ? നമ്മുടെ മുന്നിൽ ഒരാൾ പ്രാർത്ഥന റിക്വസ്റ്റുമായിട്ട് വരുമ്പോൾ അവരോടെല്ലാം ശരിയാകും എന്ന് പറഞ്ഞു വിടണോ? അത് പ്രാർത്ഥനയല്ല, അത് ആശ്വസിപ്പിക്കല. അതാർക്കും ചെയ്യാം. അത് ശുശ്രൂഷയല്ല, അത് ഉപദേശിയ. ശുശ്രൂഷകന് വേണ്ടത് എന്താ? കൃപയാ. ഈ കൃപ ചോദിച്ച് പലയിടത്തും തെണ്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പല ശുശ്രൂഷകരുടെ അടുത്തും തെണ്ടി ചോദിച്ചിട്ടുണ്ട്, ബെഗ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു തരുമോ, എങ്ങനെ കിട്ടും സന്ദേശങ്ങൾ? ഒരാൾ പോലും ഓപ്പൺ ചെയ്ത് തന്നില്ല. എന്താണെന്നറിയോ? അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ദൈവം തന്ന വിവേചനത്തിൻ്റെ ശക്തി. പ്രിയമുള്ളവരെ, നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ടോ? എതിർവശത്ത് അസൂയയായിരിക്കും ഉണ്ടാവുന്നത്. ആരും നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും ഒരിക്കലും സന്തോഷിക്കണമെന്നില്ല. കാരണം ഇത് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അത് തന്നെ ചോദിക്കണം. എനിക്കും കിട്ടണം പരിശുദ്ധാത്മാവിന്. വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞ പോലെ, അവനും അവൾക്ക് കിട്ടുമെങ്കിൽ എനിക്ക് കിട്ടണം. എന്തുകൊണ്ട് എനിക്ക് കിട്ടിക്കൂടാ? എനിക്കും കിട്ടണം. സാത്താൻ്റെ ശക്തികളെ തൂത്തെറിയാൻ, അവൻ്റെ അരൂപികളെ തകർക്കാൻ, അവൻ എനിക്ക് ഒരുക്കിയിരിക്കുന്ന കെണികളെ തിരിച്ചറിയാൻ, പ്രിയമുള്ള ദൈവജനമേ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പിടിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ളത്, എന്തായിരുന്നു വ്യാജമെന്നുള്ളത്. നിങ്ങൾ പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി എന്ന് നിങ്ങൾ വിളിച്ചിരുന്നവർ എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് കാണാനുള്ള കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഈശോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്നത് പലതും വ്യാജമാണ്, നമ്മൾ കേൾക്കുന്നത് പലതും വ്യാജമാണ്. ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൊണ്ടുപോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഇൻറ്റൻഷനിലേക്ക് കൊണ്ടുപോയി അതിനെ നമ്മൾ അഴുക്കാക്കുകയാണ്. ആത്മാവിലേക്ക് അതിനെ സ്വീകരിച്ചിട്ടില്ല. നിങ്ങളുടെ മക്കളിൽ അത് സ്വീകരിക്കാനായിട്ട് നിങ്ങൾ വഴി തുറന്നു കൊടുക്ക്. നിങ്ങളുടെ മക്കൾ അഭിഷേകത്തിന് നിറയട്ടെ. നിങ്ങളുടെ മക്കൾ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന അഭിഷേകമായിട്ട് ഒരു മാറ്റപ്പെടട്ടെ. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പുറപ്പെടട്ടെന്നേ. പ്രിയമുള്ള ദൈവജനമേ, അവരെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് എവിടെയെങ്കിലും എത്തിച്ചാലും ശ്വാസം പോയി കഴിയുമ്പോൾ അതെല്ലാം തീരും. ശ്വാസം പോയി കഴിയുമ്പോൾ തീരാനുള്ളതിലേക്ക് എന്തിനാ നിങ്ങൾ ഇത്ര അധ്വാനിക്കണേ? അത് ദൈവം നിനക്ക് കൂട്ടിച്ചേർത്ത് തരുമെന്ന് ഉറപ്പ് തന്നതല്ലേ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാ? പാപത്തെ ജയിക്കണമെങ്കിൽ ബലം പോരാ, അഭിഷേകം വേണം. പാപത്തെ ജയിക്കണമെങ്കിൽ ബലം മാത്രം പോരാ പ്രിയപ്പെട്ടവരെ, അഭിഷേകം വേണം. അതാണ് വചനം പഠിപ്പിക്കുന്നത്. ബലവാന്മാർ സ്വർഗരാജ്യം കരസ്ഥമാക്കും. ബലവും അഭിഷേകവും ഒന്നിച്ച് കിട്ടണമെങ്കിൽ കൃപയുണ്ടാകണം. കൃപ ലഭിക്കണമെങ്കിൽ വിശുദ്ധി ഉണ്ടാകണം. വിശുദ്ധി ലഭിക്കണമെങ്കിൽ പാപത്തെ ഉപേക്ഷിക്കണം. പാപത്തെ ഉപേക്ഷിക്കണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ പ്രേരണ തരണം. അതിന് ദൈവത്തിന് പറ്റൂ. പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. ഞാൻ പറഞ്ഞില്ലേ, ഈ കൃപ കിട്ടിയിട്ട് അഭിഷേകം കിട്ടാൻ, സന്ദേശം കിട്ടാൻ പലയിടത്തും ചെന്നിട്ടും ആരും പറഞ്ഞു തന്നില്ല. അത് കിട്ടിക്കോളും, അത് വഴിയെ വന്നോളും. ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിട്ട പല മുഖങ്ങളും ഇപ്പോഴെൻ്റെ മുന്നിൽ നിൽക്കുക. പ്രിയമുള്ള ദൈവജനമേ, ആരും ആരെയും തിരുത്താനോ നയിക്കാനോ ചേർന്നവരല്ല എന്ന് അന്ന് മനസ്സിലായി. അതുകൊണ്ട് എന്ത് ചെയ്തു? ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. മുട്ടുകുത്തിയത് കുടുംബത്തിൽ തന്നെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി, ഭാര്യയോട് ചേർന്ന് മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയതാണ് സന്ദേശങ്ങൾ. ഒരു ധ്യാന കേന്ദ്രത്തിന് ഇതിന് അവകാശം പറയാൻ പറ്റില്ല. ഒരു ശുശ്രൂഷകന് ഇതിന് അവകാശം പറയാൻ പറ്റില്ല. കാരണം എൻ്റെ മുട്ടിലെ തഴമ്പ് എൻ്റെത് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും തകർക്കാൻ വന്നു, പലരും നശിപ്പിക്കാൻ വന്നു, പലരും അടിച്ച് താഴെയിടാൻ വന്നു. ഞാൻ പറഞ്ഞു, എന്നോട് കളിക്കല്ലേ. ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ വിളിച്ചപേക്ഷിക്കുന്നതും കല്ലിനോടും മണ്ണിനോടും ഒന്നുമല്ല. എൻ്റെ അടുത്ത് കളിക്കരുത്. കാരണം ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് കല്ലിനോടോ മരത്തോടോ മണ്ണിനോടോ അല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനോടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കളിക്കരുത്. സാത്താൻ്റെ ശക്തികളോടും അവൻ്റെ ആധിപത്യങ്ങളോടും പറയാൻ പറ്റണം, നമ്മളോട് കളിക്കരുത്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടും മണ്ണിനോടും അല്ല.
വിജാതീയ വിഗ്രഹങ്ങളോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ജീവിക്കുന്ന ഏക സത്യ ദൈവമായ ക്രിസ്തുവിനോടാ. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ അവൻ്റെ സന്നിധിയിൽ എത്താത്തതിന് കാരണം എന്താ? നമ്മളെ പിന്നോട്ട് വലിക്കുന്ന നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥകളാ, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പാപത്തിൻ്റെ മാലിന്യങ്ങളാ. ഈ പാപം എന്നിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്നത് എന്താ? ഒരു പാപം ചെയ്തു, വീണ്ടും ചെയ്തു, വീണ്ടും ചെയ്തു, വീണ്ടും ചെയ്ത് ഞാനതിന് അടിമപ്പെട്ടു പോകുമ്പോൾ ഈ പാപം എന്നെ പിന്നോട്ട് വലിക്കുക. കൃപയിൽ നിലനിൽക്കാൻ എനിക്ക് പറ്റാത്ത വിധം ഈ പാപത്തിൻ്റെ ആസക്തി നമ്മുടെ ഉള്ളിൽ കിടക്കുക. തലമുറകളിൽ നിന്ന് കിട്ടിയ വിഹിതം അതിനുണ്ട്, തലമുറകളിൽ നിന്ന് കിട്ടിയ അവകാശമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ മാതാപിതാക്കളോട് ഒരിക്കലും അവകാശം ചോദിക്കരുതെന്ന് പറഞ്ഞില്ലേ? കാരണം എന്താണെന്നറിയോ? ഇതും കൂടെ കിട്ടും. അവർ ചെയ്തിരിക്കുന്ന വ്യഭിചാരത്തിൻ്റെ കെട്ടുകൾ, അവർ ചെയ്തിരിക്കുന്ന 1-ാം പ്രമാണത്തിൻ്റെ കെട്ടുകൾ, ഇതെല്ലാം നിങ്ങളുടെ കൂടെ, ആ അവകാശത്തിനോട് കൂടെ നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്, ചോദിക്കരുത്. നിൻ്റെ അധ്വാനം കൊണ്ട് നീ ഉണ്ടാക്കണം നിനക്ക് ആവശ്യമുള്ളത്, നിനക്ക് ജീവിക്കാനുള്ളത്. ആരുടെയും കണ്ടിട്ട് നീ ജീവിക്കരുത് പ്രിയപ്പെട്ടവരെ. ആരുടെയും കണ്ടിട്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിനക്ക് ജീവിക്കണമോ? നീ കഷ്ടപ്പെട്ട് നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അധ്വാനിച്ചുണ്ടാക്കണം. അപ്പൻ്റെ സ്വത്ത് കണ്ട് മക്കൾ വളരരുത്, അമ്മയുടെ സ്വത്ത് കണ്ട് മക്കൾ വളരരുത്. മാതാപിതാക്കളുടെ പ്രാർത്ഥന കണ്ട് മക്കൾ ആശിക്കരുത്. അവരുടെ പ്രാർത്ഥന അവർക്കുള്ളതാ, അവരുടെ ആത്മസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ളതാ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾ നിങ്ങളുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിക്കണം, പ്രാർത്ഥനയിലും ജീവിതത്തിലും. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ആരിലും ആശ്രയത്വം വയ്ക്കരുത്. ദൈവത്തിലല്ലാതെ എല്ലാവരും നിങ്ങളെ എതിരിടും, എല്ലാവരും നിങ്ങളെ എതിർക്കും. അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങളെ ചവിട്ടിത്തേക്കും. ശുശ്രൂഷകൻ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ആശ്രയത്വം ദൈവത്തിൽ മാത്രമേ പാടുള്ളൂ, മറ്റൊന്നിലും പാടില്ല. ആശ്രയത്വം കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ പാടുള്ളൂ. അവനേ ഉള്ളൂ നിന്നെ സ്നേഹിക്കുന്നത്, മറ്റാരുമില്ല. എൻ്റെ ഭാര്യയോ ഭർത്താവോ മക്കളോ മരുമക്കളോ? നോബഡി, ഒരുവനുമില്ല. നിന്നെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈശോ മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം കണ്ടീഷണൽ ലവാണ്. ബാക്കിയുള്ളതിലെല്ലാത്തിലും വ്യവസ്ഥകളുണ്ട്. നിങ്ങളൊന്ന് തിരിച്ച് രണ്ട് പറഞ്ഞു നോക്കിയേ, അവരുടെ സ്നേഹം അവിടെ നിൽക്കും. നിങ്ങളൊന്ന് ആക്രോശിച്ച് നോക്കിയേ, അവർ തിരിച്ച് നിങ്ങളോട് ആക്രോശിക്കും. പക്ഷേ നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ എന്ത് നിന്ദിച്ചാലും, എത്ര പാപം ചെയ്താലും, ഏത് പാപത്തിൻ്റെ അടിമത്തത്തിൽ പോയാലും, മകളെ എന്ന് നിന്നെ വിളിച്ച് നിൻ്റെ പുറകെ വരുന്ന ഒരു ജീവിക്കുന്ന അപ്പൻ നമുക്കുണ്ട്, കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. അവന് മാത്രമേ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ, വേറെ ആർക്കും പറ്റില്ല. ജീവിതം പഠിപ്പിച്ച പാഠമാണ്, ജീവിതം പഠിപ്പിച്ച പാഠം. അന്ന് തന്നെ ഈശോ പറഞ്ഞു, ഒറ്റയ്ക്ക് ചെയ്താൽ മതി ശുശ്രൂഷ. നിങ്ങൾ കണ്ടോ, ഈ സ്റ്റേജിൽ മറ്റാരും വന്നിട്ടില്ല. നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാകും, എൻ്റെ കുഴപ്പമല്ല. ഞാൻ ആരും നിർബന്ധിച്ചിട്ടില്ല എൻ്റെ ധ്യാനം കൂടാനായിട്ട്. ഞാൻ ഇപ്പോഴും പറയും, ഈ അടുത്ത ധ്യാനത്തിൽ നിങ്ങൾ വരരുതെന്ന് എല്ലാ ധ്യാനത്തിനും ഞാൻ പറയും, വരരുത്, വേണ്ട. എനിക്കിതല്ലെങ്കിൽ അടുത്ത വേദി കർത്താവ് ഒരുക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് കേരളം തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പ്രിയപ്പെട്ട ദൈവജനമേ, എവിടെയാണെങ്കിലും കൃപയുണ്ടോ വേദി ഒരുക്കുന്നത് പരിശുദ്ധാത്മാവ് തരും. കൃപയുണ്ടായാൽ മതി. കൃപയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. അതാണ് പാപത്തെ ഉപേക്ഷിക്കൽ, കൽപ്പനകൾ പാലിക്കൽ. കൽപ്പന പാലിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ അനുവദിക്കാത്തൊരു ഘടകം തലമുറകളിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. പാരമ്പര്യ പാപശാപരോഗ ബന്ധന ശക്തികൾ. ഇതിൽ ബന്ധന ശക്തികളാണ് നിങ്ങളെ കൽപ്പന പാലിക്കുന്നതിന് തടസ്സം നിർത്തുന്നത്. നിങ്ങളുടെ അപ്പൻ ചെയ്ത അതേ പാപം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ അപ്പൻ്റെ ശീലം നിങ്ങൾ മക്കളിൽ ആരെങ്കിലും അതുപോലെ തന്നെ അനുവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും പ്രാർത്ഥന നിങ്ങൾ അതുപോലെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നും ഒന്ന് നോക്ക്. ഒന്നും ഉണ്ടാവില്ല, ആ പ്രാർത്ഥനയുടെ അംശം ഉണ്ടാവില്ല. ബാക്കി ആദ്യം പറഞ്ഞ രണ്ടും ഉണ്ടാവും. കാരണം എന്താ? ആധിപത്യം അവൻ്റേതാണ്. ആ ആധിപത്യമാണ് തലമുറ വഴി നമ്മൾ വെച്ച് അനുഭവിച്ചുകൊണ്ട് വരുന്നത്. എന്തുകൊണ്ടാണ് ചില പ്രാർത്ഥനക്കാരെന്നും പ്രാർത്ഥനക്കാരായിട്ട് നിൽക്കുന്നത്? ആശ്രയത്വം ദൈവത്തിൽ വെക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ പ്രാർത്ഥനക്കാർ എവിടെ ഇരിക്കുന്നവരെല്ലാം, അല്ലെങ്കിൽ 3 ദിവസം ഇതുപോലെ ചടഞ്ഞിരിക്കില്ല, പറ്റില്ല. പ്രാർത്ഥനയില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. എനിക്ക് നല്ല ഉറപ്പാണ്. പ്രാർത്ഥിക്കാത്തവരെ ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥനയും ഒരു ബന്ധവുമില്ലാത്തവരെ, കർത്താവിനെ അറിയാത്തവരെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിനെ ബുദ്ധിജീവികളെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർമാരെ മാത്രം ധ്യാനിപ്പിച്ചപ്പോൾ അനുഭവിച്ച ടെൻഷൻ ചെറുതൊന്നുമല്ല. അവിടെ എല്ലാം ഈ ധ്യാനത്തിന് ഓരോ തലങ്ങളുണ്ട്. നിങ്ങൾ പ്രാർത്ഥനക്കാരാ, ഇതിലൊന്നുപോലും പ്രാർത്ഥിക്കാത്തവരില്ല. അല്ലെങ്കിൽ ഈ 3 ദിവസം നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കില്ല, എൻ്റെ മുഖം മാത്രം കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനമാണ് പ്രസംഗിക്കുന്നതെങ്കിലും ഒരു വ്യക്തിയെ തന്നെ കാണണ്ടേ, മടുക്കും. എന്നിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? പ്രാർത്ഥനക്കാരാ. ഈ പ്രാർത്ഥനയുടെ അവസ്ഥയിൽ ഇരിക്കാനല്ല തമ്പുരാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ അടുത്ത ചുവട് പിടിക്കണം. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണമെങ്കിൽ ഇപ്പോഴുള്ള ബന്ധത്തെ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ഇപ്പോഴുള്ള പാപബന്ധത്തെ നോ പറഞ്ഞ് ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചില്ലെങ്കിൽ അടുത്ത ചുവട് പിടിക്കാൻ പറ്റില്ല. എന്നും പ്രാർത്ഥനക്കാരൻ, പ്രാർത്ഥനക്കാരി എന്നറിയപ്പെടും. അത് കുറച്ചില്ല, നന്മയല്ല, കുറച്ചില്ല. പ്രേമുള്ള ദൈവത്തിനും ഒരു പ്രാർത്ഥനാ പുസ്തകം എടുത്തു കൊടുത്താൽ ഏത് വിജാതീനും ഇതുപോലെ പ്രാർത്ഥനക്കാരനാകാൻ പറ്റും.
അതിന് പ്രത്യേകിച്ച് മേന്മയൊന്നുമില്ല, അഭിഷേകവും വേണ്ട, ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ. പക്ഷേ കൃപ, പ്രാർത്ഥനയിൽ നിന്ന് കൃപയിലേക്ക് ഉയരണമെങ്കിൽ അതിനൊത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ദൈവം ഒന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. കർത്താവ് ഏതെങ്കിലും സഹനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കണമെങ്കിലും തെരഞ്ഞെടുപ്പ് നോക്കി അവൻ അയക്കുള്ളൂ. അവിടെ ഈ ഈശോ നിന്നോട് കരുണ കാണിച്ചിട്ടേ ഉള്ളൂ. എത്ര പാപം ചെയ്ത് നീ കടന്നുറങ്ങിയാലും നേരം വെളുത്ത് ഇന്നു വരെ നിന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചവൻ നിൻ്റെ അപ്പനല്ലേ. പ്രിയപ്പെട്ടവരെ, എത്ര പാപം, എത്ര മാരകപാപം നമ്മൾ ഇന്നലെ ചെയ്ത് കിടന്നുറങ്ങി, ഇന്ന് രാവിലെയും ദൈവം നമ്മളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചില്ലേ. അത് ഇന്ന് വരെ കർത്താവ് നമ്മളെ പോറ്റിയില്ലേ പ്രിയപ്പെട്ടവരെ. എന്നിട്ടും നമ്മൾ നന്ദികേടല്ലേ കാണിക്കുന്നത് അവനോട്. എന്നിട്ട് നമ്മൾ അവനോട് പരാതികളല്ലേ പറയുന്നത്. എന്നിട്ടും ദൈവം കല്ലാണോ മണ്ണാണോ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. അല്ല, ജീവിക്കുന്ന ദൈവമാണവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിജാതീയ വിഗ്രഹങ്ങളല്ല കർത്താവായ യേശു ക്രിസ്തുവിൽ നിലനിൽക്കുന്നത്. വിജാതീയ വിഗ്രഹങ്ങളിൽ കാണുന്ന അരൂപികളല്ല ക്രിസ്തുവിനുള്ള ആത്മാവ്. വ്യത്യാസമുണ്ട്. അത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ പോലെ രാവും പകലും തമ്മിൽ, ആകാശവും ഭൂമിയും തമ്മിലുള്ളതുപോലെ അന്തരമുണ്ട് അതിന്. ക്രിസ്തു എന്ന് പറയുന്ന ഏക സത്യ ദൈവത്തിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ആത്മാവ് മറ്റൊരിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മറ്റൊരിടത്തും മറ്റ് പലയിടങ്ങളിലും പ്രിയപ്പെട്ട ദൈവജനമേ പല പ്രബോധനങ്ങളും പല തരത്തിലുള്ള ക്ലാസ്സുകളും നിങ്ങൾ കേട്ടാലും അതിനകത്തൊന്നും ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടാകണമെന്നില്ല. അതിലെല്ലാം ചില പ്രബോധനങ്ങളും ചില സത്യങ്ങളും മാത്രം അവർ വിളിച്ചു പറയുന്നതൊന്നും ദൈവത്വമല്ല. നിങ്ങളെ സുഖിപ്പിക്കുന്ന, നിങ്ങളുടെ നല്ല കാര്യങ്ങൾ നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്ന ചില ക്ലാസ്സുകളോ പ്രബോധനങ്ങളോ കേട്ടിട്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം അതിനകത്ത് പ്രവർത്തിക്കുന്ന അരൂപികളുണ്ട് പ്രിയപ്പെട്ടവരെ. ആ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് ചെന്ന് തളച്ചിടുന്ന അരൂപികളുണ്ട്. അതിലേക്ക് നിങ്ങൾ പോകരുത്. അവിടെ നിങ്ങളുടെ ഫിസിക്കൽ ഇൻറ്റൻഷൻസ് മാത്രം സാധിച്ചു തരുന്ന അരൂപികൾ പ്രവർത്തിക്കുന്ന ആലയങ്ങളുണ്ട്. പോകല്ലേ. കർത്താവിൻ്റെ ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ നിത്യജീവനെക്കുറിച്ച് പ്രസംഗിക്കുന്നിടത്ത് പോകണം. കർത്താവിൻ്റെ ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നിടത്തേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന വചന പ്രഘോഷണങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധയൂന്നരുത്. ആശ്വാസം ലഭിക്കാൻ വേണ്ടി വചനത്തെ ഉപയോഗിക്കരുത്. വചനത്തെയും പ്രാർത്ഥനകളെയും ആരാധനകളെ നീ ഉപയോഗിക്കേണ്ടത് അഭിഷേകത്താൽ നിറയപ്പെടാനും ത്രിയേക ദൈവത്തെ ആരാധിക്കാനും മാത്രമായിട്ട് നീ പ്രാർത്ഥനകളെയും ആരാധനകളും ഉപയോഗിക്കണം. ഒരിക്കലും നിന്റെ സങ്കടങ്ങളിൽ ആശ്വാസം കിട്ടാനായിട്ട് ഏതെങ്കിലും വചന പ്രഘോഷണത്തെ കേൾക്കരുത്. തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. നിങ്ങളിൽ ആശ്വാസം തരാനുള്ളതല്ല ദൈവത്തിൻ്റെ വചനം. നിന്റെ ആത്മാവിനെ നിത്യതയിലേക്ക് നയിക്കാൻ വേണ്ടി അവൻ പരിശുദ്ധ അമ്മയിലേക്ക് അയച്ചതാണ് പുത്രനായ ദൈവത്തിൻ്റെ വചനത്തെ. പ്രിയമുള്ള ദൈവജനമേ, ആ വചനത്തെ നിങ്ങൾ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മോട്ടിവേഷൻ ടോക്ക് ഉൾപ്പെടുന്ന ടോക്കുകളിലേക്ക്, വചനത്തിലേക്കല്ല നിങ്ങൾ ശ്രദ്ധയൂന്നേണ്ടത്. മറിച്ച് അതേ വചനം, വെളിപാടിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിള് നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ എടുത്ത് വായിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ പറയട്ടെ, എടുത്ത് വായിക്കണം. ഇത് വായിച്ച് ഇതിൽ നിന്ന് അഭിഷേകത്തെ സ്വീകരിച്ച് സങ്കടങ്ങളെ ദൂരീകരിക്കണം. ഇതിൽ നിന്ന് അഭിഷേകത്തെ സ്വീകരിച്ച് രോഗങ്ങളെ ദൂരീകരിക്കണം. ഇതിൽ നിന്ന് അഭിഷേകത്തെ സ്വീകരിച്ചാൽ പ്രിയപ്പെട്ട ദൈവജനമേ പൈശാചിക പീഡകൾ വിട്ടുമാറും. മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായങ്ങൾ എടുത്തു വായിക്ക്. പൈശാചിക ശക്തികൾ കെട്ടടങ്ങും നിൻ്റെ ജീവിതത്തിൽ നിന്നും നിൻ്റെ കുടുംബത്തിൽ നിന്ന്. മത്തായിയുടെ സുവിശേഷം നീ എടുത്തു വായിക്ക്. അതിലൂടെ കത്തോലിക്ക സഭ എന്താണ്, ദൈവത്വം എന്താണെന്നുള്ള പ്രബോധനത്തെ നിനക്ക് തിരിച്ചറിയാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷത്തെ നീ എടുത്തു വായിക്ക്. അതിലൂടെ നിന്റെ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടും. യോഹന്നാൻ്റെ സുവിശേഷത്തെ നീ എടുത്തു വായിക്ക്. അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ സ്നേഹം നിന്നിൽ നിറയും. പ്രവചന ഗ്രന്ഥങ്ങൾ എടുത്തു വായിക്ക്. അതിലൂടെ വരാനിരിക്കുന്ന ലോകത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും. ആദ്യത്തെ പഞ്ചഗ്രന്ഥികളാകുന്ന തോറ എടുത്തു വായിക്ക്. നമ്മുടെ സഭയുടെ ചരിത്രത്തെക്കുറിച്ച്, ഉൽപ്പത്തി ചരിത്രത്തെക്കുറിച്ച്, മാനവകുലത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ദൈവം പുറപ്പെടുവിച്ച പുറപ്പാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കർത്താവ് നിന്നോട് സംസാരിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ എടുത്ത് വായിക്ക്. കർത്താവിൻ്റെ ശക്തി വിശുദ്ധരിലൂടെ, സ്ലീഹന്മാരിലൂടെ അനേകം ദേശങ്ങളിലേക്ക് എങ്ങനെ ഒഴുകിയെന്ന് നിനക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പത്രോസ് സ്ലീഹായിലൊക്കെയും പൗലോസിനും ഒക്കെ എഴുതിയ ലെറ്റേഴ്സ് എടുത്ത് വായിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. അതിലൂടെ നിനക്ക് കിട്ടേണ്ട ദൈവിക പ്രബോധനങ്ങളെക്കുറിച്ച് നിനക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. അവസാനം വെളിപാടിൻ്റെ ഗ്രന്ഥം എടുത്ത് വായിക്കുമ്പോൾ എന്താണ് ധനതവിധി, എന്താണ് അന്തിമവിധി, എന്താണ് രണ്ടാം വരവ് എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് ബോധ്യം തരും. ഈശോ എപ്പോൾ വരും? ഈശോ പറഞ്ഞു, എൻ്റെ അപ്പനല്ലാതെ മറ്റൊരാൾക്കത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. എന്നിട്ടും കർത്താവ് വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ വിശുദ്ധ യോഹന്നാൻ സ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതിൽ മറഞ്ഞിരിക്കുന്ന കുറേ സത്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. എപ്പോഴാണ് അവസാനം, എപ്പോഴെന്ത് തുടങ്ങും, എപ്പോഴാണ് ദുരിതം പേറുന്നത് എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കണമോ? വെളിപാട് എടുത്ത് വായിക്ക്. വെളിപാട് വായിക്കുമ്പോൾ ഉൽപ്പത്തിയും വെളിപാടും കണക്ട് ചെയ്ത് വായിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ 1-2 രാജാക്കന്മാർ അപ്പോസ്തല പ്രവർത്തനങ്ങളും കണക്ട് ചെയ്ത് വായിക്കണം. ലെറ്റേഴ്സ് എടുത്ത് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രവചന
വചന ഗ്രന്ഥങ്ങളും ലെറ്റേഴ്സും എടുത്തു വെച്ച് വായിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കണം. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് വേണം നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കാൻ. ഈ രീതിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണേ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വന്നാൽ ആരെയും നിങ്ങൾ വിളിക്കരുത്. നിൻ്റെ ഉള്ളിലുണ്ട് സോൾവ് ചെയ്യാനുള്ള റെമഡി കർത്താവ് തന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഒരു കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ സ്തുതിച്ചേ, കൃപ സ്വീകരിച്ചേ, അഭിഷേകം ചോദിച്ച് പ്രാർത്ഥിക്കേ. ഓ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. നിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇവർ നിറയട്ടെ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇവരുടെ ആണി ഞരമ്പുകളിലേക്ക്, മജ്ജയിലേക്ക്, മാംസത്തിലേക്ക്, അസ്ഥികളിലേക്ക്, ഇവരുടെ ആത്മസ്ഥിതിയിലേക്ക്, ഇവരുടെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. Receive the power of Holy Spirit. Receive the power of Holy Spirit. യേശുവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ. അഭിഷേകം സ്വീകരിക്കട്ടെ. സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ സ്തുതിച്ചേ, അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ നാമത്തിൽ അനേകം ആത്മാക്കളിലേക്ക് നിന്റെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള കൃപ ഇവരിൽ നിറയട്ടെ. നിന്റെ നാമത്തിൽ അനേകരെ തിരുത്താൻ ആവശ്യമായിട്ടുള്ള അഭിഷേകം ജ്വലിക്കട്ടെ. ഇവരുടെ കരങ്ങൾ നിന്റെ ആണിപ്പഴുതാർന്ന കരങ്ങളായിട്ട് മാറ്റപ്പെടട്ടെ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് നിന്റെ ശക്തി പുറപ്പെടട്ടെ. പലമുറ വഴികളെല്ലാം കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവേ, നിന്റെ നാമത്തിൽ വചനങ്ങളുടെ ഉൾ സന്ദേശം ഇവർക്ക് വെളിപ്പെടട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ ദൈവവചനത്തിന്റെ ഉൾ സന്ദേശം ഇവർക്ക് വെളിപ്പെടട്ടെ. അഭിഷേകം നിറയട്ടെ. എല്ലാ കെട്ടുകൾ അഴിയട്ടെ. പാപശാപരോഗ ബന്ധന ശക്തികളുടെ കെട്ടുകൾ വിട്ടുമാറ്. അമേൻ, 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 അമേൻ. അഭിഷേകം നിറയട്ടെ. കുഞ്ഞു മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ശിരസിന് മേൽ കർത്താവിൻ്റെ കരങ്ങൾ വരട്ടെ. വ്യഭിചാരത്തിന്റെ കെട്ടുകളെ ബന്ധിക്കുന്നു. യേശുവേ, മദ്യത്തിന്റെ കെട്ടുകൾ നിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. അലസതയുടെ കെട്ടുകളെ ബന്ധിക്കുന്നു. വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ കെട്ടുകളെ ബന്ധിക്കുന്നു. കിട്ടക്കടകൾ ലഭിക്കട്ടെ. കടബാധ്യതകൾ വിട്ടുമാറട്ടെ. മാരകമാറാ രോഗപീഠകൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ ശക്തി ഇറങ്ങട്ടെ. അഭിഷേകത്താൽ നിറയട്ടെ. സർപ്പത്തിന്റെ കെട്ടുകൾ, ചട്ടത്തിന്റെ കെട്ടുകൾ, അമ്പലത്തിന്റെ കെട്ടുകളെ ബന്ധിക്കുന്നു. നാമത്തിൽ അഴിയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ആരാധന. സ്തുതിക്കുന്നു. അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മദ്യത്തിന്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. അശുദ്ധാത്മ സേനകളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു. കെട്ടുകൾ അഴിയട്ടെ. സകല കെട്ടുകൾ അഴിയട്ടെ. സകല ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. സ്തുതിച്ച ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിച്ച ശക്തിയോടെ എല്ലാ കരങ്ങളും ഉയരട്ടെ. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയരട്ടെ. അഭിഷേകത്തെ സ്വീകരിക്ക്. അഭിഷേകത്തെ ചോദിച്ച് പ്രാർത്ഥിച്ചേ. കെട്ടുകൾ അഴിയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഇവരുടെ മേൽ ഇറങ്ങി വരണമേ. കൃപ വർഷിക്കണമേ. എല്ലാ സാത്താന്റെ ആധിപത്യങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു. അഴിയട്ടെ. സ്തുതിച്ചേ. പോരാ. സ്വരത്തിൽ സ്തുതിക്ക്. ഭാഷാവരം ലഭിക്കട്ടെ. കൃപകൾ ലഭിക്കട്ടെ. അഭിഷേകം ലഭിക്കട്ടെ. പാപത്തെ ഉപേക്ഷിക്കാനുള്ള ഫലം ലഭിക്കട്ടെ. ഇവരെ ഭരിക്കുന്ന പാപത്തിന്റെ കെട്ടുകളെ ബന്ധിക്കുന്നു. അഴിയട്ടെ. അഭിഷേകം പരിശുദ്ധാത്മ ശക്തിയാൽ നിറയട്ടെ. എല്ലാ കെട്ടുകൾ, ആഭിചാരത്തിന്റെ കെട്ടുകൾ, മന്ത്രവാദത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. കൈവശത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഇസ്ലാം കെട്ടുകൾ, ജിന്നിന്റെ അരൂപികൾ, ചാത്തന്റെ അരൂപികൾ, ഇലുമിനാറ്റി സ്പിരിറ്റുകൾ ബന്ധിക്കുന്നു. അഴിയട്ടെ. അഴിയട്ടെ.
സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കണ്ണുനീരോടെ നെഞ്ചുപൊട്ടി കരഞ്ഞ് സ്തുതിക്കട്ടെ. അഭിഷേകം സ്വീകരിക്കാൻ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. കെട്ടുകൾ അഴിയുന്നു, കെട്ടുകൾ അഴിയുന്നു, തിന്മയുടെ കെട്ടുകൾ അഴിയുന്നു. ക്യാൻസർ രോഗി സൗഖ്യമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈശോ കാണിക്കുന്നു. നട്ടല് ബലപ്പെടുന്നത് ഈശോ കാണിക്കുന്നു. അറിയാ സർപ്പത്തിന്റെ കെട്ടുകൾ ബന്ധിക്കപ്പെടുന്നു. പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥ ശക്തിയാൽ 7 പേര് അഭിഷേകം ചെയ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. അഭിഷേകം നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ. എല്ലാ കെട്ടുകൾ അഴിയട്ടെ. അരൂപികൾ വിട്ടുമാറ്. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, ശാസിക്കുന്നു, നിന്നെ ഞാൻ ബന്ധിക്കുന്നു. വിട്ടുമാറ്. ആമേൻ, 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 ആമേൻ. അഭിഷേകം കൊടുങ്കാറ്റ് പോലെ, പേമാരി പോലെ, ഗംഭീര ഇടിമുഴക്കം പോലെ ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ. ഇവരെ ഭരിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അഴിക്കണമേ. ഇവരെ ഭരിക്കുന്ന ആസക്തിയുടെ കെട്ടുകൾ അഴിയട്ടെ. മദ്യത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. തെറ്റായ ബന്ധങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ. പ്രേമ ബന്ധങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ. പോർണോഗ്രഫിയുടെ കെട്ടുകൾ അഴിയട്ടെ. ആഭിചാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. നാമത്തിൽ അഴിയട്ടെ. അഭിഷേകം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ അഭിഷേകം സ്വീകരിക്കട്ടെ. അഭിഷേകത്താൽ നിറയട്ടെ. സുനാമത്തിൽ അഴിയട്ടെ. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ. വചനത്തിന്റെ പൊരുളുകൾ ലഭിക്കട്ടെ. തീ പൊള്ളലേൽക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ പൊള്ളട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അഭിഷേകം സ്വീകരിക്കപ്പെടട്ടെ. ലാധാഷി ശ്വലമഹറ ലബ്ധക്ലൂദ് മീഷ്മീറുവ. ആത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. ആമേൻ, 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 ആമേൻ. അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയട്ടെ. 3 പേരെ കർത്താവ് തൻ്റെ വചനം പ്രസംഗിക്കാനുള്ള കൃപ നൽകി. 3 പേരെ കർത്താവ് അഭിഷേകം ചെയ്യുന്നുണ്ട്. അറിയാ ഒരു മകൾക്ക് ദൈവവചനത്തിൻ്റെ ഉൾസന്ദേശം കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ജപമാല ആർത്തിയോടെ ചെല്ലാനുള്ള കൃപ നൽകി 9 പേരെ അമ്മ തൊടുന്നുണ്ട്. ഹല്ലേലൂയ. മറ്റുള്ളവരെ തെറ്റുതിരുത്തി നേർവഴിക്ക് നടത്താനുള്ള കൗൺസിലിങ്ങിൻ്റെ കൃപ നൽകി 15 പേരെ കർത്താവ് അഭിഷേകം ചെയ്യുന്നു. സ്തുതിക്കട്ടെ. അമേൻ, 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 അമേൻ. ഓ പരിശുദ്ധാത്മാവേ സ്തുതി മഹത്വം. ഓ പരിശുദ്ധാത്മാവേ സ്തുതി മഹത്വം. ഓ പരിശുദ്ധാത്മാവേ സ്തുതി മഹത്വം. ഓ പരിശുദ്ധാത്മാവേ സ്തുതി മഹത്വം. മക്കളെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ട് കരയുന്ന ഒരു അമ്മയുടെ കണ്ണുനീര് കർത്താവ് ഒപ്പുന്നുണ്ട് ഈ സമയം. ലിയ റൂബ പ്രാർത്ഥനയുടെ സമയത്തുള്ള അലസത കർത്താവ് 12 പേരിൽ നിന്ന് എടുത്തു മാറ്റുന്നത് പരിശുദ്ധാത്മാവ് കാണിച്ചിരുന്നു. കുടുംബ പ്രാർത്ഥന 7 കുടുംബങ്ങളിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നത് ഈശോ കാണിക്കുന്നു. സ്തുതിച്ചേ. പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ദർശിക്കാനുള്ള കൃപ നൽകി കർത്താവ് 3 പേരെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുന്നത് ഈശോ കാണിക്കുന്നു. സ്തുതിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഈ ആലയത്തിന് ചുറ്റും പരിശുദ്ധാത്മാവ് ഒരു തീ വലയം സ്ഥാപിച്ചിരിക്കുന്നത് ഈശോ കാണിക്കുന്നു. ഒരു അഗ്നി വലയത്തിന് നടുവിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. എന്ത് ചോദിച്ചോ കിട്ടും. അനുവദിച്ച് തരുന്ന സർവശക്തനായ ദൈവം നമ്മളോട് കൂടെയുണ്ടവൻ. സുനാമത്തിലെ കെട്ടുകൾ അഴിയട്ടെ. സുനാമത്തിൽ ബന്ധനങ്ങൾ വിട്ടു മാറട്ടെ. അഭിഷേകം സ്വീകരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. അഭിഷേകം സ്വീകരിക്കട്ടെ. പുതിയൊരു അഭിഷേകം സ്വീകരിച്ച് പുതിയ കൃപയെ സ്വീകരിച്ച് മാലിന്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ എരിഞ്ഞ് ചാമ്പലാവട്ടെ. ബന്ധിക്കുന്നു. എരിഞ്ഞ് ചാമ്പലാവട്ടെ. സകല മാലിന്യങ്ങളും
എല്ലാ മാരക രോഗ പീഡകളുടെ കെട്ടുകളും എരിഞ്ഞ് ചാമ്പലാവട്ടെ. ആമേൻ. കണ്ണടച്ചേ, കരങ്ങൾ രണ്ടും താഴേക്കിട്ടെ. ഫ്രീ ആയിട്ട് നിന്ന് കണ്ണടച്ചേ. കയ്യിലൊന്നും പിടിക്കരുത്, കൊന്തയോ മറ്റൊന്നും പിടിക്കരുത്. വെറുതെ കരങ്ങൾ രണ്ടും താഴേക്കിട്ട് ഫ്രീ ആയിട്ട് നിന്ന് കരങ്ങൾ കണ്ണടച്ച് അധരമടച്ച് പിടിച്ചേ. കണ്ണടച്ചേ, ഒന്നും വിടുന്നില്ല. നിങ്ങളുള്ള കെട്ടുകൾ ഈശോ ഇപ്പോൾ അഴിക്കും. നിങ്ങളുടെ ശരീരത്തിന് എന്ത് തോന്നുന്നുവോ ഫ്രീ ആയിട്ട് നിർത്തിയേ. കെട്ടഴിയ അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. ഔട്ട്, ഔട്ട്. കെട്ടഴിയട്ടെ. കണ്ണടച്ച് അധരമടച്ച് ഫ്രീ ആയിട്ട് തന്നെ ഒരു നിയോഗം സമർപ്പിക്കുന്ന ആത്മാവ് ദൈവത്തോട് സംസാരിക്കട്ടെ. നിങ്ങൾ പുറകോട്ട് വീഴുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ബലം കൊടുക്കല്ലേ, വീണു പോട്ടെ. കെട്ടഴിയുക, കെട്ടഴിയാണ്. അഴിയുന്നു കെട്ട്, കെട്ടഴിയുന്നു. ബലം കൊടുക്കല്ലേ ശരീരത്തിന്. വിട്ടുമോഷിച്ച് നാമത്തിൽ ഔട്ട്, 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 ഔട്ട്. സുനാമത്തിൽ കെട്ടഴിയട്ടെ. ഔട്ട്, അഴിയട്ടെ. റിസീവ്, റിസീവ് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. റിസീവ്. അഴിയട്ടെ. ഔട്ട്, അഴിയട്ടെ. വിട്ടുപോട്ടെ. അഴിയട്ടെ. കെട്ടഴിയട്ടെ. അഴിയട്ടെ. കെട്ട് സുനാമത്തിൽ അഴിയട്ടെ. അമേൻ. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. അമേൻ. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. അമേൻ, അമേൻ. അഴിയട്ടെ. ഫ്രീ ആയിട്ട് നിന്നേ. അഴിയട്ടെ. കെട്ടഴിയട്ടെ. നിങ്ങൾ ശരീരത്തിന് ബലം കൊടുക്കണ്ട. വീണവർ വീണെടുത്ത് തന്നെ കിടക്കട്ടെ. എഴുന്നേക്കട്ടെ. കണ്ണടച്ച് പിടിച്ചേ. കെട്ടഴിയുന്ന സമയമോ? കണ്ണടച്ച് പിടിച്ചേ. കെട്ടഴിയുന്ന സമയമോ? കെട്ടഴിയുന്നുണ്ട്. അഴിയട്ടെ. അഴിയട്ടെ. യേശു നാമത്തിൽ. കാലുകൾ ബലം പ്രാപിക്കുന്ന സമയമോ? അസ്ഥികൾ ബലം പ്രാപിക്കുന്ന സമയമോ? അധരമടച്ചേ. അധരമടച്ച് പിടിച്ച് ഒന്നും പ്രാർത്ഥിക്കണ്ട. കൊട്ടുക്കിശയ്ക്ക്, കൊട്ടുക്കിശയ്ക്ക്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയട്ടെ, നിറയട്ടെ. ഔട്ട്, ഔട്ട്, ഔട്ട്. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോ, വിട്ടുപോട്ടെ, വിട്ടുപോട്ടെ. യേശുനാമത്തിൽ വിട്ടുപോ. ഔട്ട്, ഔട്ട്, ഔട്ട്. അഴിയട്ടെ, 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 അഴിയട്ടെ. വിട്ടുപോ. യേശുനാമത്തിൽ ഔട്ട്. വിട്ടുപോ, വിട്ടുപോ. തിന്മയുടെ സകല കെട്ടുകൾ വിട്ടുപോട്ടെ. അഴിയട്ടെ. പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. അഭിഷേകം, അഭിഷേകം നിറയട്ടെ. കണ്ണടച്ച് അധരമടച്ച് ശരീരത്തെ നിങ്ങൾ ഈശോയ്ക്ക് വിട്ടുകൊടുത്തേ. ശരീരത്തിൻ്റെ കൺട്രോൾ ഈശോയ്ക്ക് കൊടുത്തേ. ശരീരത്തിൻ്റെ കൺട്രോൾ ഈശോയ്ക്ക് കൊടുത്തേ. പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചേ. പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചേ. സമർപ്പിക്കുക. കെട്ടഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. യേശുനാമത്തിൽ അഴിയട്ടെ, അഴിയട്ടെ. യേശുനാമത്തിൽ അഴിയട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചങ്ങലകൾ അഴിയട്ടെ, അഴിയട്ടെ. അഴിയുന്ന സമയം ജഡത്തിൻ്റെ കെട്ട് വിട്ടുപോകും. അഭിചാരത്തിൻ്റെ കെട്ടുള്ളവരെ കർത്താവ് ഈ സമയം തൊടുന്നു. ടച്ച് ഓ ജീസസ്, ടച്ച്, ടച്ച്, ടച്ച് ഓ ജീസസ്. അഴിയട്ടെ. അഭിഷേകം, അഭിഷേകം, അഭിഷേകം സ്വീകരിക്കട്ടെ, 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 സ്വീകരിക്കട്ടെ. അഭിഷേകം സ്വീകരിക്കട്ടെ. റിസീവ്, 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 റിസീവ്. ആമേൻ, 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 ആമേൻ. ലദാശി ഭിരിഡിഡിഡിഡിഡിഡി, ലദാശി ധിരിഡിഡിഡിഡിഡി, ബറബലശി മകുലഹിറ, ലബറബറശിം ധിരിഡിഡിഡിഡിഡി. ഓ പരിശുദ്ധാത്മാവേ നിറയണമേ, ഓ പരിശുദ്ധാത്മാവേ നിറയണമേ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ടച്ച്, ടച്ച്, ടച്ച്. വചനത്തിൻ്റെ ശക്തി നിറയട്ടെ. രക്തക്കണ്ണുനീരിൻ്റെ അഭിഷേകം, യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ കെട്ടുകൾ, ഭവനത്തിൻ്റെ കെട്ടുകൾ അഴിയുന്ന സമയം, ഭവനത്തിൻ്റെ കെട്ടുകൾ അഴിയുന്ന സമയം. യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ ഭവനത്തിൻ്റെ, ഭൂമിയുടെ കെട്ടുകൾ അഴിയുന്ന സമയം, ഭൂമിയുടെ കെട്ടുകൾ അഴിയുന്ന സമയം. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ വചനം വായിക്കാനുള്ള തടസ്സത്തിൻ്റെ കെട്ടുകൾ അഴിയുന്ന സമയം. യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ അഭിഷേകം നിറയുന്ന, ജോലി ലഭിക്കുന്നുള്ള കെട്ടുകൾ അഴിയുന്ന സമയം, വിവാഹ തടസ്സത്തിൻ്റെ കെട്ടുകൾ അഴിയുന്ന സമയം. യേശുവിൻ്റെ തിരു രക്തത്തിൻ്റെ ശക്തിയാൽ അഭിഷേകം നിറയട്ടെ.
നിറയട്ടെ, നിറയട്ടെ. റിസീവ്, 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 റിസീവ്. കട്ടഴിയട്ടെ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കണ്ണു തുറന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നല്ലൊരു പ്രകാശം ആയിശോ എനിക്കിവിടെ കാണിച്ചു തരുന്നു. നല്ല പ്രകാശം നിങ്ങളുടെ ശിരസിന് മുകളിൽ ഇങ്ങനെ മേഘത്തിൻ്റെ പ്രകാശം പോലെ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും കേട്ടോ. നല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവായിരുന്നു പ്രിയപ്പെട്ട. നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ.